ലീഗും ആര്യാടനും പല ഘട്ടങ്ങളിലും പോർമുഖത്ത് നിന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് പിണറായി 3.0 വരുമോ ഇല്ലയോ ഈ പറഞ്ഞ ഒരു ചോദ്യത്തിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ് നടത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇവിടെ അതായത് നിലമ്പൂരിൽ പരാജയം ഉണ്ടായാൽ അത് നിലമ്പൂരിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഇത് 10 മാസത്തേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രാധാന്യമല്ല, മറിച്ച് ഒരു തരത്തിലുള്ള എക്സിറ്റ് പോളാണ്. അപ്പോൾ അങ്ങനെ ഒരു നറേറ്റീവ് LDF-ന് കൊടുക്കാതിരിക്കാൻ 3ാം തവണയും അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോ UDF-ലെ ഒരു കക്ഷിയെ സംബന്ധിച്ചോ അഫോർഡ് ചെയ്യാൻ കഴിയുന്നതേ അല്ല. അതുകൊണ്ട് ലീഗിൻ്റെ ബൂത്ത് തലത്തിലെ ഏറ്റവും സാധാരണ പ്രവർത്തകൻ മുതൽ പാണക്കാട് തങ്ങൾ വരെ അരയും തലയും മുറുക്കി ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് മുൻകാലത്തെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇവിടെ ഒരു തരത്തിലും ബാധിക്കില്ല. അങ്ങനെ ഒരു കളത്തിലേക്കാണ് സ്വരാജ് വരുന്നത്. അപ്പോൾ എന്തുമാത്രം തീക്ഷ്ണമായ രാഷ്ട്രീയ പോരാട്ടം അവിടെ നടക്കും എന്നുള്ളതാണ് ഇതിലെ മൗലികമായ ചോദ്യം. അവിടെയാണ് ഞാൻ പറയുന്നത് സ്വരാജിന് ഉള്ള ഒരു പാൻ കേരള അപ്പീലുണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ജനസമ്മതിയുണ്ട്. പൊതുജനങ്ങൾക്കിടയിൽ ഇയാൾ ഇൻ്റലക്ച്വലായി സംസാരിക്കാൻ കഴിയുന്ന, ഏത് വിഷയത്തിലും സംസാരിക്കാൻ കഴിയുന്ന, ലേഖനം എഴുതാൻ കഴിയുന്ന, അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു നേതാവാണ് എന്ന പോസിറ്റീവായ അപ്പീൽ അവിടെ എങ്ങനെയൊക്കെ ഗുണകരമാകും. പ്രത്യേകിച്ച് നിലമ്പൂർ പോലെ നമുക്ക് രാഷ്ട്രീയ കേരളത്തിൻ്റെ പരിച്ഛേദമായി കാണാൻ കഴിയുന്ന ഒരു മുന്നണിയുടെ മാത്രം ഏകപക്ഷീയമായ കോട്ട എന്ന് പറയാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിൽ സ്വരാജിൻ്റെ വ്യക്തിപ്രഭാവം പ്രതിഫലിക്കുമെന്നാണ്.